ഹലോ, വെൽക്കം ബാക്ക് ടു Eduooz Academy. അപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ ഡിസ്കഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ കുറച്ചൊക്കെ നല്ല ലൈവിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ പാത്തോളജി പിന്നെ നമ്മുടെ മൈക്രോബയോളജി ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് ബയോകെമിസ്ട്രി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി ബയോകെമിസ്ട്രി കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്റ്റിൽഡ് വാട്ടർ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ ഫിൽട്രേഷൻ, ഓപ്ഷൻ ബി അയോൺ എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി ബോയിലിംഗ് ആൻഡ് കണ്ടൻസിങ്, ഓപ്ഷൻ ഡി UV എക്സ്പോഷർ. ഏതാണ് ആൻസർ വരിക? അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻ സി ആണ്, ബോയിലിംഗ് ആൻഡ് കണ്ടൻസിങ് ആണ് നമ്മുടെ ആൻസർ വരിക. ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഡിസ്റ്റിൽഡ് വാട്ടർ എങ്ങനെയാണ് അത് മെയ്ഡ്? നമുക്ക് ബോയിൽ ചെയ്തിട്ട് വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുക സ്റ്റീം ഉണ്ടാവും അല്ലെ? അത് കണ്ടൻസ് ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റീമിനെ ബാക്ക് ടു ഇൻടു ലിക്വിഡ് ഫോമിലോട്ട് ആക്കും. അങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാവുന്നത്. ഓക്കെ, അതുവഴി നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ആ ഇംപ്യൂരിറ്റീസ്, അതുപോലെ ഡിസോൾവ്ഡ് സോൾട്ട്സ്, അതൊക്കെ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് വെരി പ്യുവർ ആയിട്ടുള്ള ഒരു വാട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, next question. SI unit of temperature is option A Fahrenheit, option B Kelvin, option C Celsius, option D Rankine. ഏതാണ് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ? നമുക്ക് നോക്കാം ഏതാണ് ആൻസർ എന്ന്. ഓപ്ഷൻ ബി ആണ്, കെൽവിൻ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതെ, നമ്മൾ ടെമ്പറേച്ചർ റീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. SI യൂണിറ്റ് എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. നമുക്ക് എന്താണ് ടെമ്പറേച്ചർ അല്ലെ? യൂണിറ്റ് ഫോർ ടെമ്പറേച്ചർ ഇസ് കെൽവിൻ. ദ കെൽവിൻ സൈക്കിൾ ഇസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് സയന്റിഫിക് കാൽക്കുലേഷൻ, അതുപോലെ തെർമോഡൈനാമിക് സ്റ്റഡീസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്കി ഓപ്ഷൻ എന്തുകൊണ്ടാണ് അല്ലാത്തത് നമുക്ക് നോക്കാം. ഫാരൻഹീറ്റ് അത് മെയിൻ ആയിട്ട് മെയിൻലി യൂസ്ഡ് ഇൻ USA ഫോർ ഡെയിലി ടെമ്പറേച്ചർ. അതാണ്, അത് SI യൂണിറ്റ് അല്ല. സെൽഷ്യസ് അത് വൈഡ്ലി യൂസ്ഡ് ഇൻ ഡെയിലി ലൈഫ് ആണ്, നമുക്കറിയാം അല്ലെ? നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ലാബ്സിൽ, അപ്പൊ അത് SI യൂണിറ്റ് അല്ല. ദെൻ റാങ്കിൻ അത് യൂസ് ഇൻ സം എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണ്, എസ്പെഷ്യലി ഇൻ ദ US. അതും ഒരു SI യൂണിറ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question. How many grams of sodium chloride, molecular weight തന്നിട്ടുണ്ട് 58.5, are required to prepare 500 ml of 1 molar NaCl solution? Option A 58.5 gram, option B 29.25 gram, option C 117 gram, option D 5.85 gram. ഏതാണ് ആൻസർ വരിക? കണക്കാണ് അല്ലെ, മാത്സ് ആണ്. അപ്പോ എന്താ കുറെ നമ്പറുകളൊക്കെ കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട കാര്യത്തില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് അല്ലെ, അതിന്റെ സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ തന്നെ അതിൽ തന്നെ ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. NaCl മോളിക്കുലർ വെയിറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൊളാരിറ്റി M ആണ്, നമുക്കറിയാം. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഗ്രാംസ് ഓഫ് സൊല്യൂട്ടും ദെൻ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റിയുടെ ഇക്വേഷൻ മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. അപ്പൊ എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? ഗ്രാംസ് ആണ് കാണേണ്ടത് അല്ലെ, നമ്മുടെ സൊല്യൂട്ടിന്റെ ഗ്രാംസ് കാണണം. അപ്പൊ ഈ ഡിവൈഡഡ് ബൈ ഉള്ള എല്ലാം ഇങ്ങോട്ട് പോകുമ്പോ എന്താ ഉണ്ടാവുക? അത് മൾട്ടിപ്ലൈ ആവും അല്ലെ, അവിടെ നമുക്ക് ഇൻറ്റു ആവും, ഇവിടെ ഡിവൈഡഡ് ബൈ ആണ്. അപ്പൊ ഈ മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു ദെൻ വോളിയം ഇൻ ലിറ്റർ. അപ്പൊ എന്താ? മൊളാരിറ്റി 1 ആണ്, 1 മോളാർ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് NaCl മോളിക്കുലർ വെയിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യനിൽ 58.5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 0.5 അവിടെ 500 ലിറ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ 0.5 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ 29.25 ഗ്രാംസ് ആണ്. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് ആ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, next question. Which of the following samples is required for most clinical biochemistry test? Option A whole blood, option B plasma, option C serum, option D urine. ഏതാണ് ആൻസർ വരിക? മോസ്റ്റ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ടെസ്റ്റിന് ഓപ്ഷൻ സി സെറം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. സെറം എന്ന് വെച്ചാൽ അതിന്റെ ബയോകെമിക്കൽ ടെസ്റ്റ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ, ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സാമ്പിൾ ആയിട്ട്. അതുപോലെ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ അലോവിംഗ് ബ്ലഡ് ടു ക്ലോട്ട് ആൻഡ് ദെൻ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ആ ലിക്വിഡ് പോർഷന് ഈ ക്ലോട്ടിംഗ് ഫാക്ടർ ഒന്നും ഇല്ലാതെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ലിക്വിഡ് പോർഷനൊക്കെ സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് യൂറിൻ സാമ്പിൾ പ്രിസർവേഷൻ ഈസ് മോസ്റ്റ് അക്യുറേറ്റ്? ബോറിക് ആസിഡ് ഈസ് used specifically to preserve urine glucose level in short-term storage. Then refrigeration at -4 to 6 degrees Celsius is the preferred method for preserving routine urine sample for up to 24 hours. Then thymol is suitable to preservative as it inhibit bacterial and fungal growth without affecting chemical test it significantly. Then formalin is avoided in all type of urine preservation due to its interference with microscopy. ഇതിൽ ഏതാണ്
മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? യൂറിൻ സാമ്പിൾ പ്രിസർവേഷൻ ആണ്. നമ്മൾ യൂറിൻ സാമ്പിൾ എടുക്കുന്നു, അതോടൊപ്പം തന്നെ അതിന്റെ പ്രിസർവേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരിക? ഓപ്ഷൻ സി ആണ്. തൈമോൾ ഇസ് സ്യൂട്ടബിൾ preservative as inhibit bacterial and fungal growth without affecting chemical test significantly. Okay. ഇനി എന്തുകൊണ്ട് തൈമോൾ is effective urine preservative, എസ്പെഷ്യലി ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഗ്രോത്ത് അല്ലെ? എന്തിനാ ബാക്ടീരിയലും ഫംഗൽ ഗ്രോത്തും ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇൻഹിബിറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് നമ്മൾ ആ സാമ്പിൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇനി എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആയത്? ഫസ്റ്റ് വൺ, ബോറിക് ആസിഡ്. ബോറിക് ആസിഡാ പറയുന്നത്. ബോറിക് ആസിഡ് ശരിക്കും എന്താണ് മെയിൻലി യൂസ്ഡ് ഇൻ യൂറിൻ കൾച്ചർ, മൈക്രോബയോളജിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പ്രിസർവിങ് ഗ്ലൂക്കോസ്, അതുപോലെ എന്താണ് ഇറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് കെമിക്കൽ ടെസ്റ്റ്. നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ പ്രിസർവ് ചെയ്യാനൊന്നും അത്ര ഐഡിയൽ അല്ല. ഇറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ദ കെമിക്കൽ ടെസ്റ്റ്. സോ നമ്മൾ ബോറിക് ആസിഡ് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ബി പറയുന്നത് റെഫ്രിജറേഷൻ ആണ്. സോ 4 to 6 degrees Celsius ആണ്. ഇത് ആക്ച്വലി പ്രിഫേർഡ് മെത്തേഡ് ഫോർ ഷോർട്ട് ടേം സ്റ്റോറേജ് ആണ്. ഒരു 24 hour സ്റ്റോറേജ് ഒക്കെ നമ്മൾ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർമാലിൻ ആണ്. ദാറ്റ് പ്രിസർവ് സെൽസ് ആൻഡ് കാസ്റ്റ് ഫോർ മൈക്രോബയോളജി. സെൽസും കാസ്റ്റ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫോർമാലിൻ. ബട്ട് ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് കെമിക്കൽ ടെസ്റ്റ്, നോട്ട് അവോയ്ഡഡ് ഇൻ ഓൾ കേസസ്, ജസ്റ്റ് നോട്ട് ഐഡിയൽ ഫോർ റുട്ടീൻ കെമിക്കൽ അനാലിസിസിന് മാത്രം ഐഡിയൽ അല്ല. ബാക്കി എന്താണ് കാസ്റ്റ് അല്ലെങ്കിൽ സെൽസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോർമാലിൻ യൂസ് ചെയ്യാം. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തൈമോൾ നമുക്ക് പറയാം. അതുപോലെ പി എസ് സിയിൽ ജസ്റ്റ് ഡയറക്റ്റ് കുഞ്ഞു പോയിന്റ് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ്സ് കൂടെ ഒന്ന് നോക്കിയിരിക്കണം അല്ലെ? ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇതിൽ വരാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എക്സെപ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ പി എസ് സി അല്ലേ ഡയറക്റ്റ് കുഞ്ഞു പോയിന്റ്സ് മാത്രം നോക്കിയാൽ പോരെ? അങ്ങനെയല്ല, സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. Next question, which is the correct method for 24-hour urine collection? Option A, collect first morning sample. Then option B, discard first sample and collect all urine for next 24 hours. Then option C, collect only night sample. Then option D, mix the urine with water. ഏതാണ് 24-hour urine collection ആണ് ചോദിച്ചിട്ടുള്ളത്. Which is the correct method? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡിസ്കാർഡ് ഫസ്റ്റ് സാമ്പിൾ ആൻഡ് കളക്ട് ഓൾ യൂറിൻ ഫോർ നെക്സ്റ്റ് 24 hours. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് നോക്കാം അല്ലെ? എക്സ്പ്ലനേഷൻ പറയുന്നത് 24-hour യൂറിൻ കളക്ഷൻ അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് യൂറിൻ കളക്ട് ഡേ ഫസ്റ്റില് നമ്മൾ ഫസ്റ്റ് മോർണിംഗ് കളക്ഷൻ ഡിസ്കാർഡ് ചെയ്ത് കളയണം. കാരണം എംപ്റ്റി ബ്ലാഡർ ആയതുകൊണ്ട് നമ്മൾ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് എംപ്റ്റി ബ്ലാഡറിലായിരിക്കണം. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കളക്ട് ഓൾ യൂറിൻ പാസ്ഡ് ദർ ആഫ്റ്റർ. പിന്നെ ഉള്ളതൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. ഫസ്റ്റ് മോർണിംഗ് യൂറിൻ ഓഫ് ഡേ 2 ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ദെൻ തേർഡ് വൺ പറയുന്നത് സ്റ്റോർ ദ കളക്റ്റഡ് യൂറിൻ ഇൻ എ ക്ലീൻ കണ്ടെയ്നർ. സോ എന്ത് ചെയ്യാം, നമുക്ക് പ്രിസർവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ പിന്നീട് വരുന്നതൊക്കെ ക്ലീൻ കണ്ടെയ്നേഴ്സും കാര്യങ്ങളും. ആദ്യത്തെ മാത്രം ആ ഫസ്റ്റ് ഡേന്റെ മോർണിംഗ് ഡിസ്കാർഡ് ചെയ്ത് കളയാ എംപ്റ്റി ബ്ലാഡറിൽ എന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നീട് വരുന്നതൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ. പിന്നെ പ്രിസർവേഷൻ കണ്ടെയ്നേഴ്സ് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം എന്ന് ഒക്കെയാണ് പറയുന്നത്. പിന്നെ അതർ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ കളക്ട് ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ. എന്തുകൊണ്ടാണ് അല്ലാത്തത്? ദിസ് സ്റ്റാർട്ട്സ് ദ കളക്ഷൻ ഇൻകറക്ട്ലി. യു മസ്റ്റ് ഡിസ്കാർഡ് ഇറ്റ് ടു ബിഗിൻ ദ 24-hour സൈക്കിൾ പ്രോപ്പർലി. 24 മണിക്കൂർ സൈക്കിള് തുടങ്ങണമെങ്കിൽ ഫസ്റ്റ് ഡേ സൈക്കിൾ തുടങ്ങണം. നമ്മൾ ഫസ്റ്റ് ഡിസ്കാർഡ് ചെയ്ത് കളയണം എന്നാ പറയുന്നത്. ദെൻ സി ഓപ്ഷൻ എന്തുകൊണ്ടാണ് അല്ലാത്തത്? നോട്ട് വാലിഡ് ആണ്. ബിക്കോസ് ഓൾ യൂറിൻ പാസ്ഡ് ഇൻ 24 hours is needed അല്ലെ? നൈറ്റ് സാമ്പിൾ മാത്രം കളക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട്. പിന്നെ ഡി പറയുന്നത് മിക്സ് യൂറിൻ വിത്ത് വാട്ടർ അല്ലെ? നമുക്ക് ഒരിക്കലും മിക്സ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? അത് കംപ്ലീറ്റ്ലി ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മിക്സ്ഡ് യൂറിൻ വിത്ത് വാട്ടർ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഡൈല്യൂട്ടിംഗ് യൂറിൻ ഓൾട്ടേഴ്സ് ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് ഇറ്റ് നെവർ ഡൺ അല്ലെ? നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഓൾട്ടർ ആയി പോകും. യൂറിൻ റിലേറ്റ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് സാമ്പിൾ കളക്ഷനും അതുപോലെ പ്രിസർവേഷൻ അത് കുറച്ച് മുന്നേ നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ കളറിമീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ബീർ-ലാംബേർട്സ് ലോ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അയൺ എക്സ്ചേഞ്ച്, ദെൻ അറ്റ് ലാസ്റ്റ് ഫ്ലൂറസെൻസ്. ഏതാണ് കളറിമീറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിൾ? വളരെ സിമ്പിൾ ആണ്. +2 മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഏതാണ് വരിക? ബീർ-ലാംബേർട്സ് ലോ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം.
അറിയാം, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. യെസ്, പിയർ ലാംബർട്ട്സ് ലോ ആണ് ആൻസർ വരുന്നത് അല്ലേ. സോ നമുക്ക് എല്ലാവർക്കും ആ വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇക്വേഷൻ? A ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ അല്ലേ, അതല്ലേ നമ്മൾ ഇക്വേഷൻ. So a colorimetry measures the concentration of a solute in the solution by detecting the absorbance of light at specific wavelength അല്ലെ, എത്രത്തോളം ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക് വേവ് ലെങ്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മള് കാൽക്കുലേഷനിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഫോർമുല എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. A ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു എൽ. ഇറ്റ് വർക്ക്സ് ഓൺ ബിയർ ലാംബർട്ട്സ് ലോ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് A ഈക്വൽ ടു ഇ ഇൻറ്റു സി ഇൻറ്റു എൽ. ഓക്കെ, അബ്സോർബൻസ് ഓഫ് ലൈറ്റ് അറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത് ഒക്കെയാണ് ഉള്ളത്. ഇനി ഈ എ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു സി ഇൻറ്റു ലെങ്ത് അതൊക്കെ പറയുന്നത് എന്താണെന്ന് ഒന്ന് നോക്കാം. എ എന്ന് പറയുന്നത് അബ്സോർബൻസ് ആണ്, യൂണിറ്റും കാര്യങ്ങളും ഒന്നുമില്ല. എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ അബ്സോർബിവിറ്റി ആണ്, അതായത് ലിറ്റർ അല്ലെങ്കിൽ മോൾസ് പെർ സെന്റിമീറ്റർ ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ സി കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ മോൾസ് പെർ ലിറ്റർ ആണ്. എൽ ഇസ് ദ പാത്ത് ലെങ്ത് സെന്റിമീറ്ററിലാണ് മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ക്യുവറ്റ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു ചിലപ്പോൾ ചോദിക്കാം. ഇനി എന്തുകൊണ്ടാണ് അതർ ഓപ്ഷൻസ് റോങ് ആയിരിക്കുന്നത്? സെൻട്രിഫ്യൂജൽ ഫോഴ്സ് അല്ലെ, നമുക്കറിയാം അത് ആ ഒരു സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് അല്ലെ, റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കളറിമെട്രി. അയോൺ എക്സ്ചേഞ്ച് പറയുന്നത് ക്രോമാറ്റോഗ്രാഫി റിലേറ്റഡ് ആണ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ ഒക്കെയാണ്, നോട്ട് റിലേറ്റഡ് ടു ലൈറ്റ് അബ്സോർബൻസ്. ദെൻ പറയുന്നത് ഫ്ലൂറസെൻസ് ആണ്, വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ഫ്ലൂറോമീറ്റേഴ്സ് അല്ലെ, വിച്ച് ഡിറ്റക്ട്സ് ദ എമിറ്റഡ് ലൈറ്റ് നോട്ട് അബ്സോർബ്ഡ് ലൈറ്റ്. ഓക്കെ, എമിറ്റഡ് ലൈറ്റ് ഒക്കെയാണ് ഫ്ലൂറസെൻസ്, ആ പേരിൽ തന്നെ ഉണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എന്താണ് കളറിമീറ്റർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റേഡിയോ ആക്ടിവിറ്റി ഇസ് ദ പ്രോസസ് ഓഫ്, റേഡിയോ ആക്ടിവിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോൺസ്, ദെൻ ഓപ്ഷൻ ബി എമിഷൻ ഓഫ് റേഡിയേഷൻ ബൈ അൺസ്റ്റേബിൾ ആറ്റംസ്, ദെൻ ഓപ്ഷൻ സി ഫോർമേഷൻ ഓഫ് ഐസോട്ടോപ്സ്, ദെൻ അറ്റ് ലാസ്റ്റ് ഓപ്ഷൻ ഡി കെമിക്കൽ ഡികമ്പോസിഷൻ. ഏതാണ് ആൻസർ വരിക? റേഡിയോ ആക്ടിവിറ്റി. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് എമിഷൻ ഓഫ് റേഡിയേഷൻ ബൈ അൺസ്റ്റേബിൾ ആറ്റം. ആ ഓപ്ഷനിൽ തന്നെ ഉണ്ട് അല്ലെ, ക്വസ്റ്റ്യനും ആൻസറും വളരെ റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, ഒരു റേഡിയോ ആക്ടിവിറ്റി വെച്ച ഒരു ന്യൂക്ലിയർ പ്രോസസ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അൺസ്റ്റേബിൾ അറ്റോമിക് ന്യൂക്ലിയൈ അതിന്റെ എനർജി ലോസ് ചെയ്തിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതാണ് ഈ റേഡിയോ ആക്ടിവിറ്റി പറയുന്നത്. സോ പാർട്ടിക്കിൾസ് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട് അല്ലെ, റേസും പാർട്ടിക്കിൾസ്. ദിസ് പ്രോസസ് ഹെൽപ്സ് അൺസ്റ്റേബിൾ ആറ്റം ബിക്കം മോർ സ്റ്റേബിൾ ആൻഡ് ഈസ് ദ ബേസിക്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഡീകെ അല്ലെ. മോർ സ്റ്റേബിൾ ആയിട്ട് അത് എന്താണ് എനർജി എമിറ്റ് ചെയ്യുന്നതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ് അല്ലാത്തത്? അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കെമിക്കൽ റിയാക്ഷൻ, നമ്മൾ റിഡക്ഷൻ ഒക്കെ പോലെയാണ്, അത് റേഡിയോ ആക്ടിവിറ്റി കാര്യമായിട്ട് ബന്ധമില്ല. ദെൻ സി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഐസോട്ടോപ്സ്. ഐസോട്ടോപ്സ് പറയുന്നത് ഡിഫറിങ് ന്യൂട്രോൺ നമ്പർ അല്ലെ, നമ്പറും കാര്യങ്ങളൊക്കെ ഡിഫർ ചെയ്യുന്നതെന്ന് റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് ബന്ധമില്ല. ദെൻ നെക്സ്റ്റ് വൺ ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞത് കെമിക്കൽ ഡീകമ്പോസിഷൻ ആണ് അല്ലെ, ഇൻവോൾവ്സ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കെമിക്കൽ ബോൺഡ്സ്, ന്യൂക്ലിയർ ഡീകെ ആയിട്ടൊന്നും ബന്ധമില്ലാത്തതാണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Henderson-Hasselbalch equation is used to calculate blood sugar, hemoglobin, pH of the buffer solution, then at last osmolality. ഇതും നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേട്ട് വന്ന ഇക്വേഷൻ ആണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, pH ഓഫ് ദ ബഫർ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ എക്സ്പ്ലനേഷൻ നോക്കാം അല്ലെ. ഓക്കെ, സോ എന്താ പറയുന്നത്? ഹെൻഡർസൺ ഹേസൽബെക്ക് ഇക്വേഷൻ എന്താ പറയുന്നത് വെച്ചാൽ, ആക്ച്വലി നമ്മൾ ഇത് നോക്കുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ബഫർ സൊല്യൂഷനെ കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ, അതിന്റെ pH, കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇക്വേഷൻ പറയുന്നത് pH അല്ലെ. pH പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ്. ദെൻ pKa is acid dissociation constant plus the logarithm of A എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ദ കോൺജുഗേറ്റ് ബേസ് A raised to minus എന്ന് പറയുന്നത്. ദെൻ HA by HA എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ആസിഡ് ആണ്. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അത്ര ഇൻ ഡെപ്തിലേക്ക് പോകേണ്ടി വരൂല. സോ ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. ഓക്കെ, ഏതിനാണ് യൂസ് ചെയ്യുന്നത് നോക്കി വെക്കുക.
ചിലപ്പോൾ വേറെ ഇക്വേഷൻസ് ഒക്കെ വന്നിട്ട് ഇതിൽ ഏതാണ് ഹെൻഡേഴ്സൺ ഹക്കൽബർഗ് ഇക്വേഷൻ ഒക്കെ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ടു റെസിസ്റ്റ് ഫ്ലോ ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ, ഓസ്മോസിസ്, വിസ്കോസിറ്റി, ദെൻ അറ്റ് ലാസ്റ്റ് അഡ്സോർപ്ഷൻ. ഏതാണ് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ടു റെസിസ്റ്റ് ഫ്ലോ? നമുക്ക് നോക്കാം. ഓക്കെ, റെസിസ്റ്റ് ഫ്ലോ ആണെന്ന് ചോദിച്ചിട്ടില്ലത് അല്ലേ? ആ ഒരു ഫ്ലോ നമ്മള് വെള്ളം എല്ലാം ഇങ്ങനെ ഒഴുകുന്ന പോലെ റെസിസ്റ്റ് അവിടെ ഇല്ലാണ്ട് ആ ഒരു കനത്തിൽ നിൽക്കുക, അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണല്ലേ ആൻസർ. അപ്പൊ നമ്മൾ ആൻസർ വരുന്നത് വിസ്കോസിറ്റി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ വിസ്കോസിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ഫിസിക്സിലൊക്കെ മെയിൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹണി അല്ലെ, ഇറ്റ് ഫ്ലോസ് ലൈക്ക് എന്താണ് ആ ഒരു ഹൈ വിസ്കോസിറ്റി ആയതുകൊണ്ടാണ് നമ്മള് ഹണി, തേനിന് നല്ല കട്ടിക്കല്ലുള്ളത്. നമ്മൾ ഹണി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത് പ്യുവർ ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ വിസ്കോസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ വെള്ളത്തിന്റെ കാര്യം എങ്ങനെയാണ്? വെള്ളം പെട്ടെന്ന് തന്നെ ഫ്ലോ ആയി പോകും അല്ലെ, ഈസി ഫ്ലോ ആണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റേണൽ ഫ്രിക്ഷൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻ ദ ലിക്വിഡ്. ഒരു ഇന്റേണൽ ഫ്രിക്ഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് ഈ ഒരു ഫ്ലോ തടസ്സപ്പെടുന്നത്, റെസിസ്റ്റൻസ് വരുന്നത്. സോ ആൻസർ വിസ്കോസിറ്റി ആണ്. മറ്റുള്ളത് വേറെ ഓപ്ഷൻസ് ഒക്കെ എന്താണ്? സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ നമ്മൾ സർഫസിൽ വെച്ചാൽ അതിങ്ങനെ ഒരു ബോൾ പോലെ അല്ലെ, ഒരു സ്ഫിയർ പോലെ കാണാം, അതിനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. എന്താന്ന് എഴുതിയ നോക്കാം. ടെൻഡൻസി ഓഫ് ലിക്വിഡ് സർഫസ് ടു റെസിസ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കൊഹസീവ് ഫോഴ്സ് ആൻഡ് നോട്ട് റിലേറ്റഡ് ടു റെസിസ്റ്റൻസ്. Then വരുന്നത് ഓസ്മോസിസ് ആണ്, മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് അക്രോസ് സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ അല്ലെ, അതും നോട്ട് റിലേറ്റഡ് ടു റെസിസ്റ്റൻസ്. ദെൻ വരുന്നത് അഡ്സോർപ്ഷൻ, അക്യുമുലേഷൻ ഓഫ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് അല്ലെ, സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഓൺ ദ സർഫസ്, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എന്താണ് റെസിസ്റ്റൻസ് ടു ഫ്ലോ, അതിനൊന്നും റിലേറ്റഡ് അല്ല. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോളിക്യൂൾ ഒരു സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുന്നതിനാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഫ്ലോ റെസിസ്റ്റന്റ് ആയിട്ട് ഇതാരും ബന്ധമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വിസ്കോസിറ്റി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കാർബോഹൈഡ്രേറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ടു അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, മോണോസാക്കറൈഡ്, ദെൻ ലാസ്റ്റ് ന്യൂക്ലിയോടൈഡ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, കാർബോഹൈഡ്രേറ്റ് ബ്രോക്കൺ ഡൗൺ ബേസിക്സ്. അതെ, ഏതാണ് ആൻസർ വരിക? നമുക്ക് മോണോസാക്കറൈഡ്സ് ആണ് ആൻസർ വരിക. കാർബോഹൈഡ്രേറ്റ് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുന്നത്? അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എക്സ്പ്ലനേഷൻ. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് ആർ ഡൈജസ്റ്റഡ് ആൻഡ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു മോണോസാക്രൈഡ്സ് അല്ലെ. ബ്രോക്കൺ ഡൗൺ ചെയ്ത് വരുന്നത് മോണോസാക്രൈഡ് ആണ്, വിച്ച് ആർ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഷുഗർ എന്ന് പറയാം. സോ ദ മെയിൻ മോണോസാക്രൈഡ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഗ്ലൂക്കോസ് അല്ലെ, അലോങ് വിത്ത് ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. സോ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാർച്ച്, മാൾട്ടോസ്, ഗ്ലൂക്കോസ് ഒക്കെ അതിൽ വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ് ബ്രോക്കൺ ഡൗൺ ആയിട്ട് വരുന്ന മോണോസാക്രൈഡ്സ് ആണ്. ആൻഡ് വൈ അതർ ഓപ്ഷൻസ് ആർ റോങ്, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അമിനോ ആസിഡ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, പ്രോട്ടീന്റെ എന്താണ് യൂണിറ്റ് ആണ് അമിനോ ആസിഡ്. എൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ digestion എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ദെൻ ഫാറ്റി ആസിഡ് ഇസ് റിലേറ്റഡ് ടു ഫാറ്റ് ലിപ്പിഡ് ഡൈജഷൻ ആണ്, അതിന്റെ എൻഡ് പ്രൊഡക്റ്റിന് നമ്മൾ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ദെൻ ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിയോടൈഡ് ഇസ് ദ റിസൾട്ട് ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. RNA DNA ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തയിലേക്ക് പോവാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The basic unit of glycogen is fructose, sucrose, glucose, then galactose. Basic unit of glycogen. ഏതാണ് ആൻസർ വരിക? ഇതും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഓപ്ഷൻ സി ആണ്, ഗ്ലൂക്കോസ്. അതാണ് ബേസിക് യൂണിറ്റ് ഓഫ് ഗ്ലൈക്കോജൻ. ഓക്കെ, സോ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു പോളിസാക്രൈഡ് ആണല്ലേ. സോ ദാറ്റ് സെർവ്സ് ആസ് ദ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ്. നമ്മളെ ആനിമൽസിലെ അല്ലെങ്കിൽ ഹ്യൂമൻസിലൊക്കെ എന്താണ് ദ സ്റ്റോറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ്. ശരിക്കും അത് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ആക്ച്വലി അവര് സിമ്പിൾ യൂണിറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആണ് അല്ലെ. നമ്മൾ ഫർദർ നമ്മുടെ പിന്നീട് ഉപയോഗിക്കാനുള്ള എനർജി ഒക്കെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന ഒരു ഫോം ആണ് ഗ്ലൈക്കോജൻ ഫോമിൽ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഇതൊന്ന് നോക്കി വെക്കണേ. ലിങ്ക്ഡ് ടുഗെദർ മെയിൻലി ബൈ α1,4 glycosidic bond, that is linear chain α1,4 glycosidic bond ആയിരിക്കും ഉണ്ടാവുക. Then α1,6 glycosidic bond ഉണ്ടാവുന്നത് ബ്രാഞ്ചിങ് പോയിന്റ്സിലായിരിക്കും, ബ്രാഞ്ചിങ് ചെയിൻസിലൊക്കെയാണ് എന്താ ഉണ്ടാവുക α1,6 glycosidic bond. സോ ആ ഒരു ബോണ്ടിന്റെ പേരൊന്ന് ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
ഇനി എന്തുകൊണ്ടാണ് അതർ ഓപ്ഷൻസ് റോങ് ആയി വരുന്നത്? ഫ്രക്ടോസ് അല്ലെ, നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് പറയുന്ന ഒരു മോണോസാക്രൈഡ് ആണ്, നമ്മൾ ഫ്രൂട്ട്സിലൊക്കെ കാണുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഗ്ലൈക്കോജൻ. ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഫ്രൂട്ട്സിൽ ഇല്ല ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഫ്രക്ടോസ് ആണ്. രണ്ടിലും എഫ് എന്ന് പറഞ്ഞ് ഓർത്തു വെക്കാം ഇവർക്ക്. പിന്നെ സൂക്രോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡ് ആണ്, ദാറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാം, സൂക്രോസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. സോ നമുക്കറിയാം അത് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അല്ല, ഗ്ലൈക്കോജന്റെ ബിൽഡിംഗ് ബ്ലോക്ക് അല്ല സൂക്രോസ്, ബിക്കോസ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. പിന്നെ ഉള്ളത് ഗാലക്ടോസ് ആണ്. ഗാലക്ടോസ് ഇസ് എ മോണോസാക്രൈഡ് ഫൗണ്ട് ഇൻ മിൽക്ക് ഷുഗർ. ഓക്കെ, ലാക്ടോസ് എന്നെല്ലാം പറയുന്ന പോലെ ഗാലക്ടോസ് ആണ്, നോട്ട് എ പാർട്ട് ഓഫ് ഗ്ലൈക്കോജൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഇസ് ഡെഫിഷ്യന്റ് ഇൻ PKU, that is phenylketonuria? Option A tyrosinase, option B phenylalanine hydroxylase, option C homogenetic oxidase, option D galactose 1-phosphate uridyl transferase. ഏതാണ് ആൻസർ വരിക? നമ്മുടെ ഫീനൈൽകീറ്റോന്യൂറിയ PKU കണ്ടീഷനിൽ ഏത് എൻസൈമിന്റെ ഡെഫിഷ്യന്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. ഫീനൈൽകീറ്റോന്യൂറിയ PKU അല്ലെ, അതൊരു ജനറ്റിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതെന്താ വെച്ചാൽ നമ്മൾ എൻസൈം ഈ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ഉണ്ടല്ലോ, അതിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന ഒരു ജനറ്റിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്. അത് നോർമലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫീനൈൽ അലാനിനെ ഈ തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യും. എന്താ ചെയ്യുന്നത്? ഈ ഫീനൈൽ അലാനിനെ തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യും? ഇത് ഡെഫിഷ്യൻസി മൂലം എന്താണ്ടാവുന്നത്? ഈ തൈറോസിൻ ഉണ്ടാവുന്നില്ല, ഈ ഫീനൈൽ അലാനിന് തൈറോസിൻ ഉണ്ടാവുന്നില്ല. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? അവിടെ ഫീനൈൽ അലാനിൻ അക്യുമുലേറ്റ് ചെയ്യും, കാരണം തൈറോസിൻ ആവുന്നില്ലല്ലോ. അപ്പൊ അതുവഴി നമുക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സീസർ, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഡിലേ, അതൊക്കെ അൺട്രീറ്റഡ് കേസിലാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പൊ ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ തൈറോസിനേസ് അത് ഇൻവോൾവ്ഡ് ഇൻ മെലാനിൻ സിന്തസിസിലാണ്. അത് ഈ നമ്മുടെ PKU ആയിട്ടല്ല. അതിന്റെ ഡെഫിഷ്യൻസി പറയുമ്പോൾ ആൽബിനിസ് ആണ്. ദെൻ ഹോമോജെനറ്റിക് ഓക്സിഡേസ് അത് ഡെഫിഷ്യൻസി, അതിന്റെ ഡെഫിഷ്യൻസി ആൽക്ലപ്റ്റോന്യൂറിയ ആണ്, അത് PKU അല്ല. ദെൻ ഗാലക്ടോസ് 1-phosphate യൂറിഡൈൽ ട്രാൻസ്ഫറേസ് അതിന്റെ ഡെഫിഷ്യൻസി ഗാലക്ടോസീമി ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് PKU അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, next question. The major energy yielding pathway during fasting is option A glycolysis, option B lipolysis, option C glycogenesis, option D protein synthesis. ഏതാണ് ഫാസ്റ്റിംഗ് ടൈമില്? ഫാസ്റ്റിംഗ് ടൈം നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ലിപ്പോലൈസിസ്. ഓക്കെ, എനർജി ഈൽഡിംഗ് പാത്വേ. ഫാസ്റ്റിംഗ് നമ്മൾ ചിലപ്പോഴൊക്കെ ഡയറ്റ് അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമുക്ക് ഡ്യൂറിംഗ് ഫാസ്റ്റിംഗ് ദ ബോഡി ഷിഫ്റ്റ് ഫ്രം യൂസിങ് ഗ്ലൂക്കോസിനെ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ഗ്ലൂക്കോസിനല്ല യൂസ് ചെയ്യുക ഫാസ്റ്റിംഗ് ടൈമിൽ. എന്താ യൂസ് ചെയ്യുക? നമ്മൾ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാസ്റ്റിനാണ് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, ലിപ്പോലൈസ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് ആണ്, അതായത് ഫാറ്റ്. നമ്മൾ അഡിപ്പോസ് ടിഷ്യൂലുള്ള ഫാറ്റ് നമ്മളെ ട്രൈഗ്ലിസറൈഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്താണ് ലിപ്പോലൈസിസ്. ഓർത്തിരിക്കുക, ട്രൈഗ്ലിസറൈഡ്സ് ആണ് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂല്. അതിൽ ഗ്ലിസറോൾ അത് യൂസ്ഡ് ഇൻ ഗ്ലൂക്കോനിയോജെനിസിസ്. അതുപോലെ തന്നെ ഫ്രീ ഫാറ്റി ആസിഡ് അത് ഓക്സിഡൈസ്ഡ് ഫോർ എനർജി വയ ബീറ്റ ഓക്സിഡേഷൻ ആണ്. കാരണം നമുക്ക് എനർജി വേണം, നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോർഡ് ഫാറ്റിനാണ്. അപ്പൊ ദിസ് പ്രോസസ് ബിക്കം മേജർ എനർജി ഈൽഡിംഗ് പാത്വേ ആണ് ഡ്യൂറിംഗ് പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ കണ്ടീഷനിൽ. ഓക്കെ, ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോലിസിസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അത് ഫാസ്റ്റിംഗ് ടൈം, ബട്ട് ഫാസ്റ്റിംഗ് ടൈമിൽ ഗ്ലൂക്കോസിന്റെ അവൈലബിലിറ്റി ലോ ആയിരിക്കും. ദെൻ ഗ്ലൈക്കോജെനിസിസ് അത് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ് ആണ്. അത് ഒക്കേഴ്സ് ഇൻ ഫെഡ് സ്റ്റേറ്റ് ആണ്. അതും ഒരു ഫാസ്റ്റിംഗ് ടൈമിൽ ഉള്ളതല്ല. ദെൻ പ്രോട്ടീൻ സിന്തസിസ് ദ എനർജി കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. അത് നോട്ട് എനർജി yielding ആണ്. നമ്മളിവിടെ എനർജി yielding പാത്വേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതൊരു എനർജി കൺസ്യൂമിംഗ് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Jaundice with elevated conjugated bilirubin is typically seen in option A hemolytic anemia, option B Crigler-Najjar syndrome, option C biliary obstruction, option D neonatal jaundice. എന്താണ് ജോണ്ടിസ്? ജോണ്ടിസ് എലവേറ്റഡ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ അതെവിടെയാ ടിപ്പിക്കലി സീൻ നോക്കാം. നമുക്ക് ഓപ്ഷൻ സി ആണ് ബൈലറി ഒബ്സ്ട്രക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. കോൺജുഗേറ്റഡ് അതായത് ഡയറക്റ്റ് ബിലിറൂബിൻ ഇസ് വാട്ടർ സൊല്യൂബിൾ ആണ്. അതുപോലെ നോർമലി എക്സ്ക്രീറ്റഡ് ഇൻ ബൈലാണ്. അതൊക്കെ നമുക്കറിയാം. ഇൻ ബൈലറി ഒബ്സ്ട്രക്ഷൻ അതായത് ഗാലസ്റ്റോൺസ്, ട്യൂമേഴ്സ് അല്ലെങ്കിൽ സ്ട്രിംഗേഴ്സ് ഒക്കെ അല്ലെ എക്സ്ക്രീഷൻ ഓഫ് ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഉണ്ടല്ലോ അത് ബ്ലോക്ക് ആയിട്ട് അതുവഴി എന്തുണ്ടാവുന്നു? എലവേറ്റഡ് ലെവൽസ് ഓഫ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇൻ ബ്ലഡ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ പെയിൽ സ്റ്റൂൾ, അതുപോലെ ഡാർക്ക് യൂറിൻ, അത് നമ്മൾ വാട്ടർ സൊല്യൂബിലിറ്റി, അതുപോലെ തന്നെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ, അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു പെയിൽ സ്റ്റൂൾ അല്ലെങ്കിൽ ഡാർക്ക് യൂറിൻ ഒക്കെ ആയിരിക്കും കണ്ടീഷൻ ഉണ്ടാവുക. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഹീമോലൈറ്റിക്
ഹെമോലൈറ്റിക് അനീമിയ, അത് കോസസ് ഇൻക്രീസ്ഡ് കോൺജുഗേറ്റഡ്, അത് ഇൻഡയറക്റ്റ് ആണ്. ബിലിറുബിൻ ഡ്യൂ ടു എക്സസീവ് RBC ബ്രേക്ക് ഡൗൺ ആണ്. നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ ബി ക്രിഗ്ലേസ് നാജർ സിൻഡ്രോം, എന്ന് വെച്ചാൽ കോൺജുഗേഷൻ ഡിഫക്റ്റ് ആണ്, അത് ഡെഫിഷ്യൻസി ഓഫ് UDP ഗ്ലൂക്കോറിയോണലാണ്, അത് ട്രാൻസ്ഫറേസിന്റെ, അതുവഴി റെസ്ട്രിക്റ്റിംഗ് ഇൻ കോൺജുഗേറ്റഡ് ഹൈപ്പർ ബിലിറുബീമിയ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ നിയോനേറ്റൽ ജോണ്ടിസ്, അത് യൂഷ്വലി ഡ്യൂ ടു ഇമ്മേച്വർ ലിവർ എൻസൈം ആണ്, അതുവഴി നമ്മുടെ അൺകോൺജുഗേറ്റഡ് ബിലിറുബിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Enzymes are classified into how many classes by IUBMB? Options are option A 3, option B 5, option C 6, option D 7. അത് വളരെ സിമ്പിൾ ആയിട്ടാണ്. നമ്മൾ ബയോകെമിസ്ട്രിയിൽ എൻസൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തുടക്കം തന്നെ നമ്മൾ ഹൗ മെനി ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണം അല്ലേ. അപ്പൊ എത്ര ക്ലാസ്സസ് ഉണ്ട്? അപ്പൊ നമുക്ക് നോക്കാം, 6 ക്ലാസ്സസ് ആണ് നമുക്കുള്ളത് അല്ലെ. IUBMP, നമ്മുടെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി അല്ലെ, അത് നമ്മൾ 6 ക്ലാസ് ആണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്ലാസ്സസ് നമുക്ക് നോക്കാം. ഓക്സിഡോ റിഡക്ടേസ്, അത് കാറ്റലൈസ് ഓക്സിഡേസ് റിഡക്ഷൻ റിയാക്ഷൻ ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. ട്രാൻസ്ഫറേസ്, അത് ട്രാൻസ്ഫർ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ്, അത് മീഥൈൽ ഫോസ്ഫേറ്റ് പോലുള്ള. ദെൻ ഹൈഡ്രോലൈസിസ്, അത് കാറ്റലൈസ് ഹൈഡ്രോലൈസിസ് റിയാക്ഷൻ ആണ്. ദെൻ ലയേസസ്, അത് ആഡ് ഓർ റിമൂവൽ, ആഡ് ചെയ്യാം ഒന്നെങ്കിൽ റിമൂവ് ചെയ്യാം, അത് ഗ്രൂപ്പ് ഫോം ഡബിൾ ബോണ്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. ദെൻ ഐസോമറൈസ്, അത് കാറ്റലൈസ് ഐസോമറൈസേഷൻ ചേഞ്ചസ് വിത്തിൻ മോളിക്യൂൾ, ഒരു മോളിക്യൂളിന്റെ ഉള്ളിലുള്ള ഒരു ഐസോമറൈസേഷൻ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. ദെൻ ലിഗേസസ്, ജോയിൻ 2 മോളിക്യൂൾ ടുഗദർ യൂസിങ് ATP. അപ്പൊ ഇതാണ് 6 ക്ലാസ്സസ്. അതെന്താണ് ആ എൻസൈമിന്റെ കാറ്റലൈസ്, ഇതൊന്നും കൂടി ഒന്ന് റിയാക്ഷൻ എന്താണെന്ന് കൂടി ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് അല്ല ഇൻകറക്റ്റ് ആണ്, 6 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The enzyme that add nucleotide during DNA replication is DNA helicase, DNA polymerase, then ligase, then at last RNA polymerase. ഏതാണ് ആൻസർ വരിക? ഏത് എൻസൈം ആഡ് ചെയ്യാം? ഏതാണ്? DNA replication ആണ്. DNA replication related question ആണ്. അപ്പൊ ഓപ്ഷൻ ബി അല്ലെ, replication related question ആണ്. സോ ഓപ്ഷൻ ബി ആണ് വരിക, ദാറ്റ് ഇസ് DNA polymerase. നമ്മളെ DNA polymerase എന്ന് പറയുന്ന കീ എൻസൈം ആണ്, ദാറ്റ് ആഡ്സ് ന്യൂക്ലിയോടൈഡ്സ് അല്ലെ, ന്യൂലി സിന്തസൈസിങ് DNA നമുക്ക് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് പോകണം. ഫസ്റ്റ് പ്രൈമർ വന്നു അല്ലെ, നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലപ്പുറം പ്രൈമർ വന്നു, ന്യൂലി സിന്തസൈസ് സ്റ്റാൻഡ് ആയിട്ടുള്ള പ്രൈമർ, ഒരു തുടക്കക്കാരൻ വന്നു അല്ലെ, പ്രൈമർ ചെറിയ ന്യൂക്ലിയോടൈഡ്സ് ആയിട്ടുള്ള പ്രൈമർ വന്നു. പിന്നെ ബാക്കി കോംപ്ലിമെന്ററി ആയിട്ട് ആര് കൊണ്ടുവരും? DNA പോളിമറൈസ് ആണ് കൊണ്ടുവരിക റെപ്ലിക്കേഷൻ കേസിലും. മറ്റതിൽ RNA പോളിമറൈസ് വരുന്ന നെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷനിലാണ്. സോ ഇവിടെ റെപ്ലിക്കേഷൻ ചോദിച്ചുകൊണ്ട് DNA പോളിമറൈസ് ആണ് കൊണ്ടുവരിക. ഓരോരോ ന്യൂക്ലിയോടൈഡ്സിന് മാച്ചിങ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് പോവുക ചെയ്യുക. സോ adding nucleotides to a new DNA strand during DNA replication. It synthesizes the new strand in either direction ഓർത്ത് വെക്കണം, 5' to 3' direction ആണ്. Okay, using the existing strand as a template, existing strand. Okay, ആ ഒരു ആദ്യത്തെ അവരെ ഫസ്റ്റ് സ്റ്റാൻഡിന്റെ മാച്ചിങ് ആയിട്ടാണ് അവര് നെക്സ്റ്റ് സ്റ്റാൻഡ് ന്യൂലി സിന്തസൈസ് സ്റ്റാൻഡ് കൊണ്ടുപോകുന്നത്. ആ ന്യൂലി സിന്തസൈസ് സ്റ്റാൻഡിന്റെ ഡയറക്ഷൻ ആണ് 5' to 3' ഡയറക്ഷൻ. ഓക്കെ, സോ DNA പോളിമറേസ് എല്ലാവരും ഓർത്തു വെക്കണം. റെപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാല്, ഓക്കെ, റെപ്ലിക്കേഷൻ എന്ന് വന്നാല് DNA പോളിമറേസ് ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ്? DNA ഹെലിക്കേസ് നമുക്കറിയാം, അൺവൈൻഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് DNA ഹെലിക്കേസ് അല്ലെ. നമ്മളെ എന്താണ് ഹെലിക്കൽ ആയിട്ടുള്ള DNA സ്റ്റാൻഡിന്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആര് പോണം? ഈ ഹെലിക്കേസ് പറയുന്ന ആള് പോണം. അപ്പോഴേ ആ ഒരു ബൈൻഡിങ് ഒക്കെ എന്താണ് ഈ ചുരുണ്ട് കിടക്കുന്ന ആ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ഒക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 2 ഭാഗത്തേക്കാക്കി പോവും. പിന്നീടാണ് നമ്മൾ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഒക്കെ സിന്തസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സി ലൈഗേസ് ദാറ്റ് ജോയിൻസ്. നമ്മൾ പറഞ്ഞു മോളിക്കുലർ ഗ്ലൂ ആണ് എന്ന് പറയാം നമുക്കല്ലേ ലൈഗേസ് എന്ന് പറയുന്നത്. ദാറ്റ് ജോയിൻസ് ഒക്കസാഗി ഫ്രാഗ്മെന്റ്സ് അല്ലെ, ലാഗിങ് സ്ട്രാൻഡിൽ ഇങ്ങനെ വിട്ടല്ലേ, ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്സ് ആണ്. സോ അതിനൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ലൈഗേസ് വരുന്നത്. ദെൻ വരുന്നതാണ് RNA പോളിമറേസ് സിന്തസിസ്. RNA അല്ലെ, RNA ആണ് സിന്തസൈസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു. DNA പോളിമറേസ് വരുന്നത് റെപ്ലിക്കേഷനില്, RNA പോളിമറേസ് വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ. സോ അത് നന്നായി ഓർത്തു വെക്കേണ്ട കാര്യമാണ്, സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. സിന്തസൈസ് RNA, നോട്ട് DNA. സോ ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് നോട്ട് റെപ്ലിക്കേഷൻ.
ഇതിൽ കുറെ എൻസൈംസിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് വായിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ലിഗേസോ അല്ലെങ്കിൽ ഹെലിക്കേസോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ബാക്കി ഓപ്ഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കണം. എക്സെപ്റ്റ്, ദെൻ ഗ്ലൈക്കോലൈസേഷൻ, ഫോസ്ഫോറിലേഷൻ, ദെൻ മിഥൈലേഷൻ, ദെൻ അറ്റ് ലാസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ. ഏതാണ്? പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ ആണ്. ഏതാണ് ആൻസർ വരിക? നമുക്ക് നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലെ ആൻസർ. അപ്പൊ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, ഡി ആണ് ആൻസർ അല്ലെ. പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. സോ പോസ്റ്റ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ടില്ല, നമ്മളെ അവസാനത്തെ പ്രോട്ടീൻ സിന്തസിസ് കഴിഞ്ഞിട്ടുള്ളതിൽ എക്സെപ്റ്റ് ആരൊക്കെ വരുവാന്ന് ചോദിക്കുന്നത്. സോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ആണ് എന്ത് PTM എന്ന് പറയുന്നത്. ദിസ് ഇസ് എ കെമിക്കൽ ചേഞ്ച് മെയ്ഡ് ടു പ്രോട്ടീൻ അല്ലെ. നമ്മളെ ട്രാൻസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കെമിക്കൽ ചേഞ്ച് കൊണ്ടുവരുന്നതാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. പ്രോട്ടീൻ പറയുന്ന ഒരു രൂപത്തിലെത്തി. ഇനി അവര് വെറുതെ ആക്ട് ചെയ്യില്ല, അവരെ ബയോളജിക്കൽ ഫംഗ്ഷൻ അപ്പം തന്നെ റെഡി ആവില്ല. ഓക്കെ, അവര് റെഡി ആവണമെങ്കിൽ അവർക്ക് ചില രീതിയിലില്ലേ ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻസ് കൊടുക്കണം, അപ്പോഴേ അവർ ആക്റ്റീവ് ആയിരിക്കും. ലൈക്ക് ഗ്ലൈക്കോസിലേഷൻ, ദെൻ ഫോസ്ഫോറൈലേഷൻ, അസിറ്റൈലൈസേഷൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊടുത്താലേ അവര് റെഡി ആവില്ലോ. ഓക്കെ, അവർ ആക്റ്റീവ് ആവുമല്ലോ. സോ ഗ്ലൈക്കോസിലേഷൻ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ ആഡ് ചെയ്യുന്നതാണ് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത്. ഫോസ്ഫോറൈലേഷൻ പറയുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നത്. ദെൻ മിഥൈലേഷൻ പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നത്. സോ ഇതിനൊക്കെ ആഡ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസ് കൊണ്ടുപോയി ആഡ് ചെയ്താലേ ഇവരെ ആക്റ്റീവ് ആവുമല്ലോ. അങ്ങനെയാണ് പ്രോട്ടീൻസ് ഒക്കെ ആക്റ്റീവ് ആവുന്നത്. അമിനോ ആസിഡ്സും പ്രോട്ടീൻസ് ഒക്കെ ആക്ടിവേറ്റ് ആവുന്നത്. അതിനാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. അതാണ് നമുക്ക് വേണ്ടല്ല, ബയോളജിക്കലി നമുക്ക് അതാണ് വേണ്ടത്. പിന്നെ പറയുന്ന ഓപ്ഷൻസ് ട്രാൻസ്ക്രിപ്ഷൻ, ദാറ്റ് റെഫേഴ്സ് ടു കൺവേർട്ടിംഗ് DNA to RNA ആണ് ട്രാൻസ്ക്രിപ്ഷൻ പറയുന്നത്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ജീൻ എക്സ്പ്രഷൻ അല്ലേ. സോ അത് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഒന്നും റിലേറ്റഡ് അല്ല. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടെക്നിക് ആംപ്ലിഫൈ DNA? ബ്ലോട്ടിംഗ്, ഫിഷ്, PCR ആൻഡ് ദെൻ ക്ലോണിംഗ്. ഏതാണ് DNA ആംപ്ലിഫൈ ചെയ്യുന്നതാരാ? ഏത് ടെക്നിക്കാ? വളരെ സിമ്പിൾ ആണ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PCR അല്ലേ. നമുക്ക് നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. PCR എന്ന് പറയുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. മോളിക്കുലർ ബയോളജി ടെക്നിക് ആണ് അല്ലെ. നമുക്കറിയാം എന്താണ് കുറെ സ്റ്റെപ്സ്. നമ്മളിപ്പം മോസ്റ്റ് കോമൺലി കോവിഡ് ഒക്കെ വന്നപ്പോ നമ്മൾ PCR എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ്, ഫെമിലിയർ ആണ്. അറിയാത്ത ആൾക്കാർക്ക് പോലും അറിയാം അല്ലെ PCR എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്രിയേറ്റ്സ് മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് DNA സെഗ്മെന്റ്സ് അല്ലെ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? യൂസിങ് പ്രൈമേഴ്സ്, പിന്നെ DNA പോളിമറൈസ് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള DNA പോളിമറൈസ് ആണ്, ടാക് പോളിമറൈസ് ആണ് യൂസ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് ടാക് പോളിമറൈസ്? ഓക്കെ, അവർക്ക് വിത്ത്സ്റ്റാൻഡ് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ അതാണ് ടാക് പോളിമറേസ്. ദെൻ തെർമൽ സൈക്ലിംഗ്, ഓക്കെ, ലൈക്ക് ഡീനേച്ചറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ ഒക്കെയാണ് ഇതിൽ വരുന്ന സൈക്കിൾ. ആ ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഡീനാച്ചുറേഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സ്റ്റൻഷൻ വരുന്നത്. ഓക്കെ, പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്ന DNA പോളിമറേസ്, അതൊക്കെ ഓർത്തിരിക്കുക. PCR ഡിസ്കവർ ചെയ്തത് കാരി മുള്ളിസ് ആണ്. 1983 അപ്പൊ ഒരു സിനിമ ഉണ്ട് 1983. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. PCR ഡിസ്കവർ ചെയ്തത് കാരി മുള്ളിസ് ആണ് 1983. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ബാക്കി ഓപ്ഷൻസ് റോങ് ആയിട്ടില്ല? ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. ഇറ്റ് റെഫേഴ്സ് ടു ഡിറ്റക്ഷൻ ആണ്. ഡിറ്റക്ഷൻ നമ്മളെ എന്താണ് സദേൺ ബ്ലോട്ടും വെസ്റ്റേൺ ബ്ലോട്ടും ഒക്കെ പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ട് യൂസ് ചെയ്യും, സദേൺ ബ്ലോട്ട് DNA ഡിറ്റക്ട് ചെയ്യാൻ, പിന്നെ RNA, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. നമ്മൾ HIV ക്കൊക്കെ കൺഫർമേറ്ററി ആയിട്ട് വെസ്റ്റേൺ ബ്ലോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഷ് അല്ലെ, ഫിഷ് ഫ്ലൂറസെൻസ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഫ്ലൂറസെൻസ് ആണ്, ഫ്ലൂറസെന്റ് അല്ല, ഫ്ലൂറസെൻസ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ആണ്. ദാറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് സ്പെസിഫിക് DNA സീക്വൻസ് അല്ലെ. ക്രോമസോമിലെ സ്പെസിഫിക് ആയിട്ടുള്ള DNA സീക്വൻസ്, എന്തെങ്കിലും ഡിലീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസേർഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഫിഷ് വെച്ച് യൂസ് ചെയ്താൽ അത് ആംപ്ലിഫിക്കേഷൻ ആയിട്ട് റിലേറ്റഡേ അല്ല. ദെൻ വരുന്നത് ക്ലോണിംഗ് ആണ്, വിച്ച് ഇൻവോൾവ്സ് ദ റെപ്ലിക്കേറ്റിംഗ്. ഓക്കെ, എൻറ്റയർ DNA ഫ്രാഗ്മെന്റ്സ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് വിത്തിൻ ലിവിംഗ് സെൽസ്. ഓക്കെ, ലിവിംഗ് സെൽസിൽ തന്നെ. സോ ആംപ്ലിഫിക്കേഷൻ അത് ആംപ്ലിഫിക്കേഷൻ ആയിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടെസ്റ്റ് ഡിറ്റക്ട് പ്രോട്ടീൻ ഇൻ യൂറിൻ? അഗെയിൻ വീണ്ടും ഒരു യൂറിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ബെനഡിക്ട് ടെസ്റ്റ്, ദെൻ സൾഫോസാലിസൈലിക് ആസിഡ് ടെസ്റ്റ്, ദെൻ റൊത്തേറ ടെസ്റ്റ്, ദെൻ ഹെയ്സ് ടെസ്റ്റ്.
ഏതാണ് വരിക? ഇതുപോലെ സെയിം റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാത്തോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, സൾഫോസാലിക് ആസിഡ് ടെസ്റ്റ്. സൾഫോസാലിസൈലിക് ആസിഡ്, SSA എന്ന് പറയാം അല്ലെ. ഈ SSA എന്ന് പറയുന്നത് എന്ത് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്? ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് യൂസ് ടു ഡിറ്റക്ട് പ്രോട്ടീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി കോസസ് പ്രസിപ്പിറ്റേഷൻ അല്ലെ. നമുക്ക് എന്താ വേണ്ടത്? പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ടർബിഡിറ്റി കോസ് ചെയ്യണം. അതാണ് നമ്മളെ അതുണ്ടെങ്കിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ പ്രോട്ടീൻസിന. സോ ദ ഡിഗ്രി ഓഫ് ടർബിഡിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എമൗണ്ട് കണ്ടന്റ്. നെക്സ്റ്റ് ബാക്കി ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കാം. ബെനഡിക്ട് ടെസ്റ്റ് നമുക്കറിയാം റെഡ്യൂസിങ് ഷുഗറിന ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. തെറാസ് ടെസ്റ്റ് പറയുന്നത് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ ആണ്. ദെൻ ഹെയ്സ് ടെസ്റ്റ് പറയുന്നത് ബൈൽ സോൾട്ടിൽ അല്ലെ, സിങ്കിങ് ഓഫ് സൾഫർ പൗഡർ മെത്തേഡ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. സോ അതാണ് ഹേ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റുകളിൽ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ബെനഡിക്ട് ടെസ്റ്റാ ചോദിക്കുന്നെങ്കിലോ റൊത്തേറ ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17 keto steroids are metabolites of estrogen, then glucocorticoids, then androgen, then at last thyroid hormones. 17 keto steroids ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ആൻഡ്രോജൻസ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. യെസ്, ആൻഡ്രോജൻസ് ആണ് വരിക. സി ഓപ്ഷൻ ആണ്. So 17 KS ketosteroids, KS എന്ന് പറയാം, are metabolic products of androgens and some adrenal steroids ന്റെ metabolic products ആണ്. ശരിക്കും ഇവര് excreted in urine. Okay, ശരിക്കും അത് excreted through urine ആണ്. Used as an indicator for adrenal and testicular functions. നമ്മൾ adrenalum testicular functions ഒക്കെ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്നതാണ് 17 ketosteroids എന്ന് പറയുന്നത്. Now, why other options are wrong? Estrogen എന്ന് പറയുന്നത് metabolize differently. So 17 ketosteroid ആയിട്ട് related അല്ല. Glucocorticoids produce 17 hydroxycorticosteroid. Okay, അവര് 17 എന്ന് കാണുമ്പോൾ നിങ്ങൾ ഗ്ലൂക്കോസ് കോർട്ടിക്കോയിഡ് ഉണ്ടല്ലോ, അങ്ങനെ കറക്റ്റ് വായിച്ചു നോക്കണം. 17 hydroxycorticosteroids ആണ്. Then വരുന്നത് തൈറോയിഡ് ഹോർമോൺസ് ആണ്, that is derived from thyrosin. So 17 ketosteroid ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Fractional test meal help to estimate gastric bleeding, gastric emptying, then gastric acid secretion, then enzyme level. Fractional test meal help to estimate ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ്, gastric acid secretion. ഓക്കെ, സോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു മീൽ സ്റ്റാൻഡേർഡ് മീൽ ഓർ സ്റ്റിമുലന്റ് കൊടുക്കും, ലൈക്ക് ആൽക്കഹോൾ, ഹിസ്റ്റാമിൻസ് അല്ലെങ്കിൽ പെൻഡാഗാസ്റ്റിൻസ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു മെഷർ വോളിയം, pH, ദെൻ ടോട്ടൽ അസിഡിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് fractional test, meal fractional test. So this test is used to evaluate gastric acid secretions അല്ലെങ്കിൽ diagnosis conditions like എന്താണ് absence of HCl അല്ലെങ്കിൽ excess ആയിട്ടുള്ള HCl, peptic ulcer disease ഒക്കെ diagnosis ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി വേറെ ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ്? ഗാസ്ട്രിക് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാല് ഒക്കൾട്ട് ബ്ലഡ് അല്ലെ, ഒക്കൾട്ട് ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എൻഡോസ്കോപ്പി ഒക്കെ വെച്ചിട്ടാണ്. ദറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മീൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് മീൽ ഒന്നും റിലേറ്റഡ് അല്ല. പിന്നെ വരുന്നത് ഗാസ്ട്രിക് എംപ്റ്റിങ്, ദറ്റ് ഈസ് അസിസ്റ്റ് യൂസിങ് റേഡിയോ ഐസോടോപ്സ്. ഓക്കെ, നോട്ട് റിലേറ്റഡ് ടു ഫ്രാക്ഷണൽ ടെസ്റ്റ് മീൽ. ദെൻ എൻസൈം ലെവൽസ്, ദറ്റ് ഈസ് ടിപ്പിക്കലി മെഷേഴ്സ് ദ enzyme secretions in serum അല്ലെങ്കിൽ സ്പെസിഫിക് സെക്രീഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇതും റിലേറ്റഡ് അല്ല, ഫ്രാക്ഷണൽ മീൽ ടെസ്റ്റ് ആയിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The major component of most urinary calculi. Then option A magnesium phosphate, option B calcium oxalate, option C ammonium urate, then option D cysteine. ഏതാണ് ആൻസർ? മേജർ കമ്പോണന്റ് ഓപ്ഷൻ ബി ആണ്, കാൽസ്യം ഓക്സലേറ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ ബി കാൽഷ്യം ഓക്സലേറ്റ് അല്ലെ, മോസ്റ്റ് കോമൺ കമ്പോണന്റ് ഓഫ് യൂറിനറി കാൽക്കുലി അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് ആണ്. സോ ഇത് ഒരു ഹാർഡ് റേഡിയോ ഒപ്പാക് സ്റ്റോൺസ് ആണ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ അസിഡിക് അല്ലെങ്കിൽ ന്യൂട്രൽ യൂറിൻ കണ്ടീഷൻസിൽ ഒക്കർ ചെയ്യുന്നതാണ്.
ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ്, സോ ദേ ഫോം സ്ട്രുവൈഡ് സ്റ്റോൺസ്, യൂഷ്വലി ഇൻ UTIs ഒക്കെ കാണുന്നതാണ്. ദെൻ അമോണിയം യൂറേറ്റ് ഉണ്ട്, അത് റെയർ, ദാറ്റ് ഇസ് അസോസിയേറ്റ് വിത്ത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ സർട്ടൻ ഡയറ്റ് കണ്ടീഷൻ ഒക്കെ അസോസിയേറ്റഡ് ആണ്. ദെൻ സിസ്റ്റീൻ എന്ന് പറയുന്നത് ഒക്കേഴ്സ് ഇൻ സിസ്റ്റിനൂറിയ, അല്ല ആ പേരിൽ തന്നെ ഉണ്ട്. റെയർ ജെനറ്റിക് ഡിസോർഡർ ആണ്, ലീസ്റ്റ് കോമൺ ടൈപ്പ് ജെനറ്റിക് ഡിസോർഡർ ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബി ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോഫോറസിസ് ഈസ് ബേസ്ഡ് ഓൺ, ബേസിക് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചത്, നമ്മൾ ഇലക്ട്രോഫോറസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, മൈഗ്രേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ, ദെൻ കാപ്പിലറി ആക്ഷൻ. ഏതാണ് ആൻസർ വരിക? ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോഫോറസിസ് ഓപ്ഷൻ സി ആണ്, മൈഗ്രേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. നമ്മള് ലാബിലൊക്കെ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ട് പരിചയമുള്ളതായിരിക്കും, ചെയ്തിട്ടുള്ളതായിരിക്കും. സോ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ലബോറട്ടറി, കോമൺ ലബോറട്ടറി ടെക്നിക് ആണ്, യൂസ് ടു സെപ്പറേറ്റ് ചാർജ് മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയോ ആസിഡ്സ് ഒക്കെ, ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാണ് ബേസ്ഡ് ഓൺ ദർ സൈസ് ആൻഡ് ചാർജ്, അല്ലെ? എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്? നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക ചെയ്യുന്നത്, അല്ലെ? കോസിംഗ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ടു മൈഗ്രേറ്റ്, അത് ആനോഡിലൊക്കെ ഒക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ട് പോകുന്നത്. നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ DNA ആണെങ്കിൽ ദാറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ ആനോഡ്, അല്ലെ? പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്തു പോകും. ഇനി പോസിറ്റീവ്ലി ചാർജ് മോളിക്യൂൾസ് വിൽ മൂവ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്, അല്ലെ? കാത്തോഡിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ഇലക്ട്രോഫോറസിസിൽ ഉള്ളത്. ഇനി എന്തുകൊണ്ടാണ് അതർ ഓപ്ഷൻസ് റോങ് ആയത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമുക്കറിയാം, അല്ലെ? സെൻട്രിഫ്യൂഗേഷൻ, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പറയുന്നത്. സോ ദാറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഇലക്ട്രോഫോറസിസ്. പിന്നെ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ദാറ്റ് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇലക്ട്രോഫോറസിസ്. പിന്നെ കാപ്പിലറി ആക്ഷൻ, കാപ്പിലറി ആക്ഷൻ എല്ലാവർക്കും അറിയാം, ആ ലിക്വിഡ് മൂവ്മെന്റ് ഇൻ തിൻ അല്ലെങ്കിൽ എന്താണ് പേപ്പർ ക്രോമാറ്റോഗ്രാഫീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, തിൻ ട്യൂബ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, അൺറിലേറ്റഡ് ടു ഇലക്ട്രോഫോറസിസ് പ്രിൻസിപ്പിൾ ആണ്. സോ അതുകൊണ്ടാണ് നമ്മളെ ഓപ്ഷൻ സി കറക്റ്റ് ആയത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Paper chromatography is an example of ion exchange chromatography, partition chromatography, gel filtration chromatography, then option D affinity chromatography. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രോമറ്റോഗ്രാഫിയുടെ സിമ്പിൾ ആയിട്ട് വന്നതാണ്, നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ക്രോമറ്റോഗ്രാഫി എല്ലാവരും നിങ്ങൾ ലാബിലൊക്കെ ചെയ്ത് കാണും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ്, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് പേപ്പർ ക്രോമാറ്റോഗ്രാഫി, അല്ലെ? എന്തൊക്കെയുണ്ട് അതിൽ? ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്, വേർ ദ വാട്ടർ ഇസ് ട്രാപ്ഡ് ഇൻ ദ പോർസ് ഓഫ് ദ പേപ്പർ, സെല്ലുലോസ് ഫൈബേഴ്സ് എന്ന് പറയും. ആൻഡ് ദർ ഇസ് എ മൊബൈൽ ഫേസ് ലൈക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺസ് പാസ് ചെയ്യുന്നത്, ദാറ്റ് മൂവ്സ് അപ്പ് ദ പേപ്പർ ബൈ capillary actions, and separation occurs due to the difference in partitioning, അല്ലെ? സോളിബിലിറ്റിക്ക് അനുസരിച്ച് സെപ്പറേഷൻ നടക്കും ഓഫ് കമ്പണൻസ് ബിറ്റ്വീൻ ദ മൊബൈൽ ആൻഡ് സ്റ്റേഷനറി ഫേസ്. സോ രണ്ട് ഫേസ് ഉണ്ട്, മൊബൈലും സ്റ്റേഷനറി ഫേസ് ഉണ്ട്. അതിന്റെ എന്താണ് ചാർജ് അല്ലെങ്കിൽ അതിന്റെ സെപ്പറേഷൻ ഒക്കർ ചെയ്യുന്ന ആ പാർട്ടീഷൻ അല്ലെങ്കിൽ ആ സൊല്യൂബിലിറ്റി വെച്ചാണ് അവര് സെപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി അതർ ഓപ്ഷൻസ് എന്തുകൊണ്ടാ ഇൻകറക്റ്റ്? സോ അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ചാർജ് ഓഫ് ഇന്ററാക്ഷൻ, അല്ലെ? ചാർജ് ഓൺ ഇന്ററാക്ഷൻ ആണ് ബേസ് ചെയ്യുന്നത്, പേപ്പർ ക്രോമാറ്റോഗ്രാഫി റിലേറ്റഡ് അല്ല. ദെൻ ജെൽ ഫിൽട്രേഷൻ ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, ദാറ്റ് സെപ്പറേറ്റ്സ് മോളിക്യൂൾ ബൈ സൈസ്, അല്ലെ? യൂസിങ് ജെൽ മാട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്, സൈസ് ആണ്. ദെൻ അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി ബേസ്ഡ് ഓൺ സ്പെസിഫിക് ബൈൻഡിങ്, ഓക്കെ? സ്പെസിഫിക് ബൈൻഡിങ് ഇന്ററാക്ഷൻ, ദാറ്റ് ഇസ് ആന്റിജൻ ആന്റിബോഡി ഒക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്. കുറച്ചൊക്കെ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും, അല്ലെ? പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക, അപ്പൊ കുറച്ചുകൂടി തലയിൽ ചിലപ്പോൾ എക്സാമ്പിൾ ഏതായിരിക്കും, ഏത് ക്രോമറ്റോഗ്രാഫി ചോദിച്ചാൽ അറിയാതെ പോരുത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമൺ ആപ്ലിക്കേഷൻ ഓഫ് ക്രോമാറ്റോഗ്രാഫി? ഓപ്ഷൻ എ ഡ്രഗ് ഡിറ്റക്ഷൻ, ഓപ്ഷൻ ബി ബ്ലഡ് ടൈപ്പിംഗ്, ഓപ്ഷൻ സി അമിനോ ആസിഡ് സെപ്പറേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ടോക്സിൻ അനാലിസിസ്. ഏതാണ് നോട്ട് എ കോമൺ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആ ചോദിച്ചിട്ടില്ലേ? കോമൺ ആപ്ലിക്കേഷൻ അല്ല. അപ്പൊ ശ്രദ്ധിക്കണം, അപ്പൊ നമ്മുടെ ആൻസർ വരെ ബ്ലഡ് ടൈപ്പിംഗ് ആണ്. ബ്ലഡ് ടൈപ്പിംഗ് ക്രോമറ്റോഗ്രാഫി വെച്ചിട്ടാണോ ചെയ്യുക? അല്ല, അല്ലെ? അപ്പൊ ക്രോമറ്റോഗ്രാഫി ഇസ് എ പവർഫുൾ അനാലിറ്റിക് ടെക്നിക് ആണ്. നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞുള്ളൂ, നമ്മുടെ സെപ്പറേറ്റ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ കെമിക്കൽ മിക്സർ ഒക്കെ അനലൈസ് ചെയ്യാനാണ്. അപ്പോൾ അതിന്റെ കോമൺ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡ്രഗ് ഡിറ്റക്ഷൻ, അത് നമ്മൾ ബ്ലഡിലും യൂറിനുള്ള സാമ്പിൾസ് GC, MS അതുപോലെ HPLC ഒക്കെ യൂസ് ചെയ്യും. അമിനോ ആസിഡ് സെപ്പറേഷൻ, അത് നമ്മൾ ക്ലാസ് പേപ്പർ അല്ലെങ്കിൽ തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ടോക്സിൻ അനാലിസിസ്, അത് ഡിറ്റക്ടിങ് കണ്ടാമിനേഷൻ ഇൻ ഫുഡ്, വാട്ടർ, അതുപോലെ ബയോളജിക്കൽ സാമ്പിൾ, അതൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. ബാക്കി ഓപ്ഷൻസ് ആണ്. അപ്പൊ ബ്ലഡ് ടൈപ്പിംഗ് എങ്ങനെയാ നമുക്ക് നോക്കാം. ബ്ലഡ് ടൈപ്പിംഗ് എങ്ങനെയാ ചെയ്യാം?
അത് നമ്മൾ പെർഫോംഡ് യൂസിങ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. അതാണ് നമ്മൾ ക്രോമറ്റോഗ്രാഫി വെച്ചിട്ടല്ല അല്ലെ ബ്ലഡ് ടൈപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഇറ്റ് ഇൻവോൾവ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ്. യൂഷ്വലി ഓബ്സർവ്ഡ് ഇൻ സ്ലൈഡ് അല്ലെങ്കിൽ കാർഡ് ഒക്കെ വെച്ച് നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ ബ്ലഡ് ടൈപ്പിംഗ് നമ്മുടെ ക്രോമറ്റോഗ്രാഫി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. Okay, next question. The first line of defense in immunity includes option A, T lymphocytes, option B, B lymphocytes, option C, skin and mucous membranes, and option D, plasma cells. ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഇമ്മ്യൂണിറ്റി പറയാ. സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. നമുക്ക് ടിയർ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. കരയൊന്നും നല്ലതാണെന്ന് പറയാം. നമ്മുടെ കടയിൽ കരടൊക്കെ പോകണമെങ്കിൽ നമുക്കൊരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ഇന്നേറ്റ് ആണ്, നോൺ സ്പെസിഫിക് ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബാരിയേഴ്സ് ഒക്കെ വരും. അതെന്താ, നമ്മളൊരു പ്രിവെന്റ്, നമ്മളൊരു പാത്തോജൻ പുറത്തുനിന്ന് വരുന്നത് അതിന്റെ ഒരു എൻട്രി അവിടെ തടയാണ് ചെയ്യുന്നത്. സ്കിൻ അതൊരു ടഫ്, അതുപോലെ ഫിസിക്കൽ ബാരിയർ ആണ്. മ്യൂക്കസ് മെംബ്രെയിൻ അത് നമ്മുടെ മൈക്രോബ്സിനൊക്കെ, അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ക്, അതുപോലെ ഡൈജസ്റ്റീവ് ട്രാക്ക്, അതുപോലെ നമ്മുടെ യൂറോജെനിറ്റൽ ട്രാക്ക് അവിടെയൊക്കെ ട്രാപ്പ് ചെയ്യും. പിന്നെ ടിയേഴ്സ്, സലൈവ, അതുപോലെ സ്റ്റൊമക്ക്, അതൊക്കെ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു എന്താ പറയാ ഒരു ഇമ്മ്യൂണിറ്റി ഘടകമുണ്ട്. ഓക്കെ, ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ടി ലിംഫോസൈറ്റ് അത് പാർട്ട് ഓഫ് അഡാപ്റ്റീവ് ആണ്. അത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അത് ഫസ്റ്റ് ലൈൻ ഇമ്മ്യൂണിറ്റി അല്ല. ഓക്കെ, അത് അഡാപ്റ്റഡ് ആണ്, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. ദെൻ ബി ലിംഫോസൈറ്റ് അതും ഇസ് ഓൾസോ പാർട്ട് ഓഫ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഹ്യൂമർ ലിമിറ്റഡ് നമ്മൾ സെൽ മീഡിയേറ്റഡ് ഹ്യൂമറൽ അങ്ങനെ ഒരുപാട് ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതും ഫസ്റ്റ് ലൈൻ അല്ല. ദെൻ പ്ലാസ്മ സെൽസ് അത് ഡിറൈവ്ഡ് ഫ്രം ബി ലിംഫോസൈറ്റ്സ് ആന്റിബോഡീസ് ആണ്. അപ്പോൾ ഇൻവോൾവ്ഡ് ഇൻ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, അപ്പൊ അതാണ് ബാക്കി ഓപ്ഷൻസ് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question. Which immunoglobulin is most abundant in serum? Option A, IgA, option B, IgM, option C, IgG, and option D, IgE. ഏതാണ് മോസ്റ്റ് അബണ്ടന്റ് ഇൻ സെറം? നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് IgG. അപ്പോ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുറെ പഠിക്കാനുണ്ട് അല്ലെ. ഫസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഏതാണ് ഉണ്ടാവുക, അപ്പൊ അതൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ടേബിൾ ആക്കി വെക്കുക. ഓക്കെ, then IgG immunoglobulin G ആണ്. മോസ്റ്റ് അബണ്ടന്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് ഇൻ സെറം. അത് മേക്കിംഗ് അപ് ടു 75 to 80% ആണ് ടോട്ടൽ ആന്റിബോഡീസ് ഇൻ സർക്കുലേഷൻ. ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതുപോലെ ലോങ് ടൈം ഇമ്മ്യൂണിറ്റി ആണ്. നമ്മൾ ആഫ്റ്റർ ഇൻഫെക്ഷനോ വാക്സിനേഷനോ ഒക്കെ കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ഇമ്മ്യൂണിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യണേ. അതുപോലെ തന്നെ ക്രോസസ് പ്ലാസന്റെ പ്രൊവൈഡിങ് പാസീവ് ഇമ്മ്യൂണിറ്റി ടു ദ ഫീറ്റസ്. അത് പ്ലാസന്റെ വഴി പാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ അതൊരു പാസീവ് ഇമ്മ്യൂണിറ്റിയോടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവോൾവ്ഡ് ന്യൂട്രലൈസേഷൻ, അതുപോലെ ഒപ്സോണൈസേഷൻ ആൻഡ് കോംപ്ലിമെന്റ് ആക്ടിവേഷൻ. അതാണ് നമ്മൾ IgGന്റെ ഫംഗ്ഷൻസ് പറയുന്നത്. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ IgA അത് പ്രിഡോമിനന്റ്ലി ഫൗണ്ട് ഇൻ മ്യൂക്കോസൽ സെക്രീഷൻ ആണ്. സലൈവ, ടിയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക് ഒക്കെയാണ്. അത് സെറത്തിലല്ല. ദെൻ IgM ഓൾസോ ഫസ്റ്റ് ആന്റിബോഡി പ്രൊഡ്യൂസിങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അത് ലെസ് അബണ്ടന്റ് സെറം ആണ്. ദെൻ IgE അത് നമ്മൾ അലർജിക് റിയാക്ഷൻ ആണ്. നമ്മൾ അലർജിക് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. IgE ആയിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാവുക അല്ലെ. അത് പ്രസന്റ് ഇൻ വെരി ലോ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് ബാക്കി ഓപ്ഷൻസ്. Okay, next question. CD4 plus cell are also known as option A, killer T cells, option B, helper T cells, option C, memory T cells, and option D, suppressor T cells. CD4 plus T cells എന്താ പറയാ? ഇതിൽ ഏതാണ് കില്ലർ സെൽസ് ആണോ ഹെൽപ്പർ സെൽസ് ആണോ? നമ്മുടെ ഹെൽപ്പർ സെൽസ് ആണ്. ഹെൽപ്പർ T സെൽസ് ആണ് CD4+ സെൽസ്. നമ്മൾ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ കുറെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു CD4+ അല്ലെങ്കിൽ CD8+ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ CD4+ സെൽസ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് T ലിംഫോസൈറ്റ് ആണ്. അതിന് നമ്മൾ ഹെൽപ്പർ T സെൽസ് ആണ് പറയുക. അതുപോലെ തന്നെ അത് നമ്മൾ അതിന്റെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ അതിന്റെ കുറച്ച് റോൾസ് നോക്കാം. ആക്ടിവേറ്റിംഗ് B സെൽസ് ടു പ്രൊഡ്യൂസ് ആന്റിബോഡീസ്. അതുപോലെ തന്നെ നമ്മൾ സൈറ്റോടോക്സിക് T സെൽസ് ഉണ്ടല്ലോ CD8+, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മാക്രോഫേജസ് അതുപോലെ അതർ ബാക്കി ഇമ്മ്യൂൺ സെൽസിനൊക്കെ അതിന്റെ ആക്ടിവിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ CD4+ T സെൽസ് എന്ന് പറഞ്ഞാൽ ഓൾസോ ഇസ് എ പ്രൈമറി ടാർഗറ്റ് ഓഫ് HIV. അത് ലീഡിംഗ് ടു ഇമ്മ്യൂൺ സപ്രഷൻ വെൻ ഡിപ്ലീറ്റഡ്. അത് നമ്മൾ HIV പഠിച്ചപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ പഠിച്ചിരുന്നു. HIV ടാർഗറ്റ് ചെയ്ത് CD4+ T സെൽസിനാണ്. അതായത് നമ്മുടെ ഹെൽപ്പർ സെൽസ്, ഹെൽപ്പർ T സെൽസ്. ബാക്കി നോക്കുകയാണെങ്കിൽ കില്ലർ T സെൽസ് അത് CD8+ സൈറ്റോടോക്സിക് T സെൽസ് ആണ്. CD4+ അല്ല. ദെൻ മെമ്മറി T സെൽ ക്യാൻ ബി എയ്തർ CD4 ആവാം അല്ലെങ്കിൽ CD8 ആവാം. CD4 സ്പെസിഫിക്കലി അല്ല. ഓക്കെ, ദെൻ സപ്രസർ T സെൽസ് ഇസ് നൗ മോർ അക്യുറേറ്റ്ലി റിഫർ ടു റെഗുലേറ്ററി T സെൽസ് ആണ്, ഡിസ്റ്റിങ്ക്ട് ഫ്രം ഹെൽപ്പർ T സെൽസ്. അപ്പൊ നമ്മുടെ ആൻസർ വരാം CD4+. ഓക്കെ, ഹെൽപ്പർ T സെൽസ് ആണ്. Next question. In transplant immunology, rejection is mainly due to option A, bacterial contamination, option B, natural killer cells, option C, mismatch of MHC HLA antigens, option D, cytokine deficiency. ഏതാണ് ട്രാൻസ്പ്ലാന്റേഷൻ വരുമ്പോൾ ഒരു റിജക്ഷൻ ഒക്കെ വരുന്നത് കോമൺ ആണ് അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് മിസ്മാച്ച് ഓഫ് MHC
HLA antigen, major histocompatibility complex. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ ഒക്കേഴ്സ് വെൻ ദ റെസിപ്പിയന്റ് ഇമ്മ്യൂൺ സിസ്റ്റം, അത് എന്താ പറയാ, ആ ഒരു ഡോണർ ഓർഗനോ ടിഷ്യൂനെ ഒരു ഫോറിൻ ആയിട്ട് കണക്കാക്കുക, നമ്മുടെ സ്വന്തം ബോഡിയിലുള്ളതല്ലല്ലോ. അപ്പൊ അതിന് പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് കണക്കാക്കുമ്പോഴാണ് ഒരു റിജക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. ദിസ് ഇസ് പ്രൈമറി ഡ്യൂ ടു മിസ്മാച്ച് ഓഫ് MHC, അതായത് മേജർ ഹിസ്റ്റോകോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് ആന്റിജൻ, ഓൾസോ നോൺ ആസ് HLA, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ ഇൻ ഹ്യൂമൻസ്. അതുപോലെ തന്നെ ദ സെൽസ് ഓഫ് ദിസ് റെസിപ്പിയന്റ് ഐഡന്റിഫൈ ദ നോൺ മാച്ചിങ് ഓഫ് MHC മോളിക്യൂൾ ഓൺ ഡോണർ സെൽസ് ആൻഡ് മൗണ്ട് ആൻഡ് ഇമ്മ്യൂൺ അറ്റാക്ക് ലീഡ് ടു റിജക്ഷൻ. അപ്പൊ നമ്മൾ ആ ഡോണർ എന്താണ് അത് മനസ്സിലാക്കുക, ഒരു മിസ്മാച്ചിങ് ഉണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റിജക്ഷൻ ഒക്കെ വരും. അത് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷനിൽ വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അല്ലേ. നമ്മൾ അത്രയും മാച്ച് ആയിട്ടുള്ളതാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം, പക്ഷെ അതൊരു റിജക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തതല്ല. ദെൻ നാച്ചുറൽ കില്ലർ സെൽസ്, അത് നമ്മൾ മൈനർ റോളാണ് ഈ കമ്പയർ ടു T സെൽസ്, അത് മെയിൻ കോസ് അല്ല. ദെൻ സൈറ്റോകൈൻ ഡെഫിഷ്യൻസി, അത് വുഡ് ഇമ്പയർ ഇമ്മ്യൂൺ റെസ്പോൺസ്, റിജക്ഷൻ ഈസ് ഡ്യൂ ടു ഓവർ ആക്റ്റീവ് റെസ്പോൺസ് ആണ്, ഇറ്റ്സ് നോട്ട് ഡെഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is most commonly used to assess liver function? Option A, urea. Option B, creatinine. Option C, ALT and AST. Option D, amylase. ഏതാണ് ആൻസർ വരിക? മോസ്റ്റ് കോമൺലി യൂസ് ലിവർ ഫംഗ്ഷന് ഓപ്ഷൻ സി ALT ആൻഡ് AST ആണ്. നമുക്ക് എന്തുകൊണ്ടാന്ന് നോക്കാം. ALT നമുക്കറിയാം അലാനിൻ അമിനോ ട്രാൻസ്ഫറേസ് ആണ്, അതുപോലെ AST ആസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് ആണ്, അത് ലിവർ എൻസൈം ആണ് അല്ലെ. കോമൺലി മെഷർ ടു ആസസ് ലിവർ ഫംഗ്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ലിവറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യും ആ ഒരു എൻസൈമിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആസസ് ചെയ്തിട്ട്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും എലവേറ്റ് ആവുകയാണെങ്കിൽ ഹെപ്പറ്റോ സെല്ലുലാർ ഇഞ്ചുറി ആണ്, സച്ചസ് ഹെപ്പറ്റൈറ്റിസ് ആവാം. ഹെപ്പറ്റൈറ്റിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈറസിൽ, അത് മെയിൻ ആയിട്ട് നമ്മൾ ലിവറിനെയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത്. ഫാറ്റി ലിവർ ഡിസീസ്, അതുപോലെ ലിവർ സിറോസിസ്, അതുപോലെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ യൂറിയ, അത് ആസ് എ കിഡ്നി ഫംഗ്ഷൻ ആണ്, അത് ലിവർ സ്പെസിഫിക് അല്ല. ക്രിയാറ്റിൻ ആണെങ്കിലും ഓൾസോ റിഫ്ലക്ട് റീനൽ ഫംഗ്ഷൻ ആണ്, അതും ലിവർ അല്ല. അമൈലേസ് ഓൾസോ യൂസ് ടു ഇവാലുവേറ്റ് പാൻക്രിയാറ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കുക അല്ലെ, ക്രിയാറ്റിൻ അത് റീനൽ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തതാണ്, യൂറിയ ആണെങ്കിലും നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. T3 and T4 are primarily used to assess option A, gonadal function, option B, liver function, option C, kidney function, and option D, thyroid function. ഏതാണ് T3 and T4 പ്രൈമർലി യൂസ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ആണ് അല്ലെ. നമുക്ക് നോക്കാം. T3 ട്രൈ അയഡോ തൈറോണൈൻ, അതുപോലെ T4 തൈറോക്സിൻ, അതാണ് മെയിൻ ഹോർമോൺ. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ രണ്ട് മെയിൻ ഹോർമോൺസ് ആണ്. അത് നമ്മൾ മെറ്റബോളിസം, അതുപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ ബോഡി ടെമ്പറേച്ചർ അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യും, അതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മെഷറിംഗ് ദ ലെവൽ ഹെൽപ് ടു ആസസ് ഫംഗ്ഷൻ, നമ്മൾ നേരത്തെ ലിവറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഒക്കെ ആസസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഹൈപ്പർ തൈറോയിഡ്സും ഹൈപ്പോ തൈറോയിഡ്സും നമ്മൾ ചെക്ക് ചെയ്യുന്നു അതുവഴി. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഗൊണാഡൽ ഫംഗ്ഷൻ, അത് ആസസ് ബൈ ഹോർമോൺസ് ലൈക്ക് FSH, LH, അങ്ങനെ ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റെറോൺ ഒക്കെയാണ്. ലിവർ ഫംഗ്ഷൻ ആസസ് ബൈ ALT, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞോളൂ അല്ലെ, AST, ബിലിറൂബിൻ, ALP ഒക്കെയാണ്. കിഡ്നി ഫംഗ്ഷൻ അതും നമ്മൾ ക്രിയാറ്റിൻ, യൂറിയ ഇപ്പൊ തന്നെ നമ്മൾ ഒരു വേറെ ഓപ്ഷനിൽ ഡിസ്കസ് ചെയ്തു, GFR ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A common method to screen drug of abuse is option A, spectrophotometry, option B, immunoassay, option C, chromatography, and option D, agglutination. ഏതാണ് സ്ക്രീൻ ഡ്രഗ് ഓഫ് അബ്യൂസ്? യെസ്, ഓപ്ഷൻ ബി ആണ്, ഇമ്മ്യൂണോ അസേ ആണ്. നമുക്ക് നോക്കാം. ഇമ്മ്യൂണോസെൻസ് നമ്മൾ മോസ്റ്റ് കോമൺ നമ്മൾ ഈ ഡ്രഗ് അബ്യൂസ് ഒക്കെ ഉള്ള ബയോളജിക്കൽ സാമ്പിൾസ് ഉണ്ട്, യൂറിൻ അല്ലെങ്കിൽ ബ്ലഡ്, അതിനൊക്കെ സ്ക്രീൻ ചെയ്യാനായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇമ്മ്യൂണോഅസേ ആണ്. അത് ആന്റിബോഡി യൂസ് ചെയ്തിട്ട് സ്പെസിഫിക്കലി ബൈൻഡ് ആ ഡ്രഗിൽ ബൈൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ മെറ്റബോളിസം ഒക്കെ ബൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കോമൺ ഇമ്മ്യൂണോഅസേ ടെക്നിക്സ് ഏതൊക്കെയാ നോക്കാം. എലീസ നമുക്കറിയാം, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് ആണ്. ദെൻ RI റേഡിയോ ഇമ്മ്യൂണോഅസേ, ദെൻ EMIT എൻസൈം മൾട്ടിപ്ലൈഡ് ഇമ്മ്യൂണോഅസേ ടെക്നിക് ആണ്. ദ റാപ്പിഡ് ആണ്, സെൻസിറ്റീവ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതുപോലെ മേക്കിംഗ് ദം ഐഡിയൽ ഫോർ ഇനീഷ്യൽ സ്ക്രീനിങ്. നമുക്കറിയാം റാപ്പിഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്, നമ്മൾ ഓരോ ബാക്ടീരിയൽ ഡിസീസും അല്ലെങ്കിൽ വൈറൽ ഡിസീസും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ റാപ്പിഡ് ആയിട്ടുള്ള ടെക്നിക്കായിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഓപ്ഷൻ എന്തുകൊണ്ടാണ് അല്ലാത്തത് നമുക്ക് നോക്കാം, യൂസ് ചെയ്യാത്തത് നോക്കാം. സ്പെക്ട്രോഫോട്ടോമെട്രി അത് നോട്ട് സ്പെസിഫിക് ഫോർ കോംപ്ലക്സ് അല്ലെങ്കിൽ ഡ്രഗ് ഡിറ്റക്ഷൻ ആണ്. ക്രോമറ്റോഗ്രാഫി അത് മോർ പ്രിസൈസ് ആണ്, ബട്ട് യൂഷ്വലി യൂസ്ഡ് ഫോർ കൺഫോർമേഷൻ ആണ്. ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് ആയിട്ട് റാപ്പിഡ് ആയിട്ട് നമുക്കൊരു ഇനീഷ്യൽ സ്ക്രീനിങ് ഒന്നും അത് പറ്റില്ല. അഗ്ലൂട്ടിനേഷൻ അതെന്തിനാണ്, ബ്ലഡ് ടൈപ്പിങ്ങിനാണ്. ഓക്കെ, സം ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ആണ്, അത് ഒരു ഡ്രഗ് സ്ക്രീനിങ്ങിനൊന്നും ആയിട്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. A basic requirement for biochemistry lab design is A, separate area for radioactive material, option B, no windows, option C, shared space with microbiology, option D, lack of ventilation.
അതാണ് ഒരു നോർമൽ നമ്മൾ ബേസ് ബയോകെമിസ്ട്രി ലാബിന്റെ ഗൈഡ് ലൈൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഇത് പഠിച്ചിരുന്നുണ്ട് അല്ലേ? ജസ്റ്റ് നോർമൽ ആയിട്ട് കാര്യമാണ്. സെപ്പറേറ്റ് ഏരിയ ഫോർ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ ബയോകെമിസ്ട്രി ലാബിന്റെ ഒരു ബേസിക് റിക്വയർമെന്റ് പറഞ്ഞാൽ നമ്മൾ എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് സ്പെഷ്യലൈസേഷൻ ആണ്. സോ ലാബ് ഹാൻഡിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. നമ്മുടെ റേഡിയോ ലാബിൽ അസേ ഒക്കെ ആണെങ്കിൽ ദ ഡെഡിക്കേറ്റഡ് സെപ്പറേറ്റ് ഏരിയ, നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഒക്കെ സെപ്പറേറ്റ് ഏരിയ ഒക്കെ വേണം. അതുപോലെ തന്നെ ഡിസ്പോസൽ പ്രോട്ടോകോൾ ഇസ് എസെൻഷ്യൽ. പ്രിവെന്റ് കണ്ടാമിനേഷൻ, എൻഷുർ പേഴ്സണൽ സേഫ്റ്റി, കംപ്ലൈ വിത്ത് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ബാക്കി ഓപ്ഷൻ എന്തുകൊണ്ടാണ് നോക്കാം. നോ വിൻഡോസ് ഇസ് നോട്ട് റിക്വയർമെന്റ് ആണ്. വിൻഡോസ് മേ ബി ആക്ച്വലി ഇംപ്രൂവ് വെന്റിലേഷൻ ആൻഡ് ലൈറ്റനിങ് ആണ്, നമുക്കറിയാം അല്ലെ. ദെൻ ഷെയർഡ് സ്പേസ് വിത്ത് മൈക്രോബയോളജി ഇസ് നോട്ട് റെക്കമെൻഡഡ് ആണ്. മൈക്രോബയോളജി ഇൻവോൾവ് ലൈവ് ഓർഗാൻസ് ആണ്. സപ്പോസ് കണ്ടാമിനേഷൻ റിസ്ക് ഉണ്ടാവും. ദെൻ ലാക്ക് ഓഫ് വെന്റിലേഷൻ അൺസേഫ് ആണ്. സോ പ്രോപ്പർ വെന്റിലേഷൻ ഈസ് ക്രിട്ടിക്കൽ ടു റിമൂവ് ഫ്യൂംസ്, വേപ്പർ ആൻഡ് എൻഷുർ എയർ ക്വാളിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, internal quality control helps in option A, equipment purchase, then option B, stock checking, option C, day-to-day accuracy of result, and option D, staff scheduling. ഏതാണ് വരിക? ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ. ഓപ്ഷൻ സി ആണ്, ഡേ ടു ഡേ അക്യുറസി ഓഫ് റിസൾട്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡേ ടു ഡേ എല്ലാ അക്യുറസി റിസൾട്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം അല്ലേ. അപ്പൊ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ IQC ഇസ് എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് ലബോറട്ടറി പ്രാക്ടീസ് ആണ്. എൻഷുർ പ്രിസിഷൻ ആൻഡ് അക്യുറസി ഓഫ് ടെസ്റ്റ് റിസൾട്ട് ടു ഡെയിലി ബേസിസ്. നമ്മൾ അന്ന് ചെയ്ത റിസൾട്ട് അപ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യുക, അക്യുറസി അത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇറ്റ് ഇൻവോൾവ് റണ്ണിംഗ് കൺട്രോൾ സാമ്പിൾ വിത്ത് നോൺ വാല്യൂ, ദെൻ മോണിറ്ററിംഗ് റിസൾട്ട് ടു ഡിറ്റക്ട് ഡീവിയേഷൻ ഓർ എറേഴ്സ്, ദെൻ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ വെൻ വാല്യൂസ് ഫോൾ ഔട്ട്സൈഡ് അക്സെപ്റ്റബിൾ ലിമിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ അത് അക്യുറസി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാക്കി ഓപ്ഷൻ ഇക്വിപ്മെന്റ് പർച്ചേസ്, അത് റിലേറ്റഡ് ടു പ്രിക്വയർമെന്റ് ആണ്, അതൊരു ക്വാളിറ്റി കൺട്രോൾ അല്ല അല്ലെ. ദെൻ സ്റ്റോക്ക് ചെക്കിംഗ്, അതും ഇറ്റ്സ് എ പാർട്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്, അതും ഒരു ടെസ്റ്റ് അക്യുറസി ആയിട്ട് റിലേറ്റ് ചെയ്തല്ല. സ്റ്റാഫ് ഷെഡ്യൂളിംഗ്, അതൊരു സ്റ്റാഫ് ഫംഗ്ഷനിങ് ആണ് അല്ലെ. അത് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് ഇപ്പൊ ഇത്ര സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇത്ര ക്വാളിറ്റി ആയിരിക്കും അങ്ങനെയല്ല. അപ്പൊ അതും ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് റിലേറ്റ് ചെയ്തല്ല. Next question, which component handles sample aspiration in automated analyzer? Option A, incubator, option B, cuvette, option C, probe, option D, printer. ഏതാണ് വിച്ച് കമ്പോണന്റ്? സാമ്പിൾ ആസ്പിറേഷൻ ഓട്ടോമേറ്റഡ് അനലൈസറിലാണ്. ഓപ്ഷൻ സി ആണ് പ്രോബ്. നമുക്ക് നോക്കാം, ജസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കാം. ഓട്ടോമേറ്റഡ് അനലൈസർ, അത് പ്രോബ് ഇസ് എ കമ്പോണന്റ് ഓഫ് റെസ്പോൺസിബിൾ ഫോർ സാമ്പിൾ ആസ്പിറേഷൻ ആണ്. ഇറ്റ്സ് എ ഡ്രോപ്പ് ടു പ്രിസൈസ് വോളിയം ഓഫ് സാമ്പിൾ. അതുപോലെ ട്രാൻസ്ഫർ ഇറ്റ് ടു റിയാക്ഷൻ ഏരിയ അല്ലെങ്കിൽ ക്യുവറ്റ്. അതുപോലെ ഇറ്റ് ഓഫ്റ്റൻ ക്ലീൻഡ് ഓട്ടോമാറ്റിക്കലി ബിറ്റ്വീൻ നമ്മൾ സാമ്പിൾ ടു അവോയ്ഡ് ക്യാരി ഓവർ ഓർ കണ്ടാമിനേഷൻ ആണ്. ഓക്കെ, ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻക്യുബേറ്റർ, അതാണ് മെയിൻറ്റെയിൻ റിയാക്ഷൻ ആണ്, റിയാക്ഷൻ ടെമ്പറേച്ചർ ആണ്, അത് ഒരു ആസ്പിറേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തല്ല. ക്യുവറ്റ്, അതൊന്ന് ഹോൾഡ് ദ റിയാക്ഷൻ മിക്സർ, നമ്മൾ ക്യുവറ്റ് നമ്മൾ ചെയ്യാറുണ്ടല്ലേ ലാബില്. സോ ഒപ്റ്റിക്കൽ മെഷർമെന്റ് ആണ്, അതും ഒരു ആസ്പിറേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തല്ല. പ്രിന്റർ, അതൊരു ഔട്ട്പുട്ട് റിസൾട്ട് ആണ് അല്ലെ, അത് ഡസ് നോട്ട് ഹാൻഡിൽ എനി പാർട്ട് ഓഫ് സാമ്പിൾ പ്രോസസ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ മോക്ക് ടെസ്റ്റ് 1ന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മോക്ക് ടെസ്റ്റ് 2 ഉണ്ട്. അപ്പൊ എല്ലാവരും ഇന്നലെ അറ്റൻഡ് ചെയ്ത് കാണും. അപ്പൊ അതിന്റെ ലൈവ് ഒന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി വരുന്ന നമ്മുടെ മോക്ക് ടെസ്റ്റ് 3 ഉണ്ട്, അതും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സോ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, അവർ നമ്മളടുത്ത് എത്തിച്ചോളും. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഇതിങ്ങനെയാണോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ചെറിയ ഡൗട്ട് ആണെങ്കിൽ കൂടി ചോദിച്ചോട്ടെ. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു വേദിയാണ്. അതെ, ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.